ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ കുറച്ച് ഡ്രോയിങ്സും പിന്നെ കുറച്ച് ആർട്ട് സപ്ലൈസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കമോൺ. ആദ്യം നമുക്ക് ഈ ഒരു ബുക്കിലെ ഡ്രോയിങ്സ് കാണാം. ആക്ച്വലി ഈ ഒരു ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ ഞാനൊരു 8-9 മാസം മുമ്പ് വരച്ചതാണ്. പിന്നെ അങ്ങോട്ട് ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് ഡ്രോയിങ്സിനൊന്നും ഇരിക്കാറേ ഉണ്ടായിരുന്നില്ല. പിന്നെ ആളുടെ റിക്വസ്റ്റ് വന്നപ്പോൾ ഞാനും വിചാരിച്ചു വന്നാൽ പിന്നെ കാണിക്കാമെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. പിന്നെ ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു മൂഡാണ്. ചിലത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും, അല്ലെങ്കിൽ അതങ്ങോട്ട് പകുതി വെച്ച് നിർത്തും. പിന്നെ അത് എന്താ പറയുക, പിന്നെ ചെയ്യാമെന്ന് വിചാരിക്കും. പിന്നെ ചെയ്യലൊക്കെ കണക്കായിരിക്കും. പിന്നെ ഈ ഒരു ഡ്രോയിങ്സിൻ്റെ പ്രത്യേകതയാണോന്നറിയില്ല, ചില ടൈമിൽ വരയ്ക്കാനിരുന്നാൽ ശരിയാവേ ഉണ്ടാവില്ല. എല്ലാം കൂടി എടുത്ത് എറിയാനുള്ള ദേഷ്യം വരെ വരും. അത് അങ്ങനെയാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞാനൊരു കട്ട ആനിമി ഫാനാണെന്ന്. അപ്പോൾ ആനിമി ഫാൻസ് ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഇത് ആനിമി മൂവീസൊക്കെ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ യുവർ നെയിമിലെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള മിറ്റ്സുഗയാണ്. ആൻഡ് ദിസ് വൺ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഐ വാണ്ട് ഈറ്റ് യുവർ പാൻക്രിയാസ് എന്ന് പറയുന്ന മൂവിയിലെ മെയിൻ ക്യാരക്ടേഴ്സാണ്. സംഭവം സെറ്റാണ് കേട്ടോ. പിന്നെ ഞാൻ ഇപ്പോഴും വരച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റൊക്കെ യൂട്യൂബിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് എങ്ങനെയാണ് വരയ്ക്കുക സ്റ്റെപ്സ് എന്നൊക്കെ പറഞ്ഞ് നോക്കുമായിരുന്നു. അപ്പം കുറേയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, കുറേയൊക്കെ കാണുമ്പോഴത്തേക്കും ഭ്രാന്താവും. അപ്പം എന്ത് ചെയ്യും, അതിൽ 1-2 സ്റ്റെപ്സൊക്കെ മനസ്സിൽ വെച്ചിട്ട് വരയ്ക്കാൻ നേരത്ത് ജസ്റ്റ് അപ്ലൈ ചെയ്യും. അപ്പോൾ ചിലതൊക്കെ ശരിയാവും, ചിലതൊന്നും ശരിയാവില്ല. അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. ഇനി നമുക്ക് എൻ്റെ 10th കുറച്ച് ഡ്രോയിങ്സ് കാണാം. എനിക്ക് പോവാൻ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് പാരീസ്. അപ്പം അങ്ങനെയൊക്കെ വരച്ചതാണിത്. പിന്നെ ഇതാരാന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ, നമ്മുടെ റാപ്പുൻസലാണ്. ഞാൻ ഭയങ്കര ഫാനായിരുന്നു ആളുടെ. പിന്നെ ഇതെന്ന് പറയണത് ജോക്കറിൻ്റെ മൂവി കണ്ടിട്ട് ആ ഒരു എന്താ പറയുക പോസ്റ്റർ എന്തോ ഉണ്ടായിരുന്നു, അപ്പോൾ അത് നോക്കി വരച്ചതാണ്. എനിക്കുണ്ടല്ലോ ഈ പിക്ചേഴ്സൊക്കെ ഭയങ്കര കളർഫുള്ളായിട്ടിരിക്കുന്നത് കാണാനാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പെൻസിൽ ഡ്രോയിങ്സൊക്കെ വളരെ കുറവായിരിക്കും. പിന്നെ പറയാനാണെങ്കിൽ ചില പിക്ചേഴ്സ് വരയ്ക്കാനിരിക്കുമ്പം ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതുപോലെ തന്നെ അത് പെട്ടെന്ന് തീരുകയും ചെയ്യും. ബട്ട് ചിലതാണെങ്കിൽ എത്ര നേരം ഇരുന്നാലും ശരിയാവില്ല. അതിനൊരു മെയിൻ എക്സാമ്പിളാണ് ഇത്. ഈ ഒരു ഡ്രോയിങ്സൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, എനിക്ക് അങ്ങനെ റിയലിസ്റ്റിക് ആയിട്ടുള്ള പിക്ചേഴ്സും കാര്യങ്ങളൊന്നും വരയ്ക്കാൻ അറിയില്ല. ഞാനത് ശ്രമിച്ചിട്ടില്ല. എനിക്ക് കൂടുതൽ ഇഷ്ടം കൂടുതൽ ഇൻട്രസ്റ്റ് ഇങ്ങനെയുള്ള പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ വരയ്ക്കാനാണ്. ഇനി നമുക്ക് കുറച്ച് ആർട്ട് സപ്ലൈസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്യാമലിൻ്റെ വാട്ടർ കളർ കേക്ക്സ് ആണ്. ഇതിൽ 18 ഷെയ്ഡ്സാണ് വരുന്നത്. അടിപൊളി പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള കളേഴ്സ് ആട്ടോ. ഞാൻ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണിതെന്ന്. നെക്സ്റ്റ് വൺ ക്യാമലിൻ്റെ തന്നെ വാട്ടർ കളർ ട്യൂബ്സ് ആണ്. ഇതിൽ 24 ഷെയ്ഡ്സാണ് വരുന്നത്. ഇത് ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് യൂസ് ചെയ്തിട്ടില്ല, ഇനിയിപ്പോൾ യൂസൊക്കെ ചെയ്യണം. ഇതെൻ്റെ ഒരു ഫ്രണ്ട് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതായിരുന്നു. അടുത്തത് ഡോംസിൻ്റെ തന്നെ വാട്ടർ കളർ ട്യൂബ്സ് ആണ്. ഇതിൽ 12 ഷെയ്ഡ്സാണ് വരുന്നത്. അടിപൊളി പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള കളേഴ്സ് തന്നെയാണ്. ഒപ്പം ഒരു ബ്രഷ് വരുന്നുണ്ട്, പ്ലസ് ഒരു പാലറ്റും കൂടി ഉണ്ട്. പാലറ്റിൻ്റെ അവസ്ഥ ഇതാണെന്ന് മാത്രം. നെക്സ്റ്റ് വൺ ഈ ഒരു കളറ് എല്ലാവരുടെ കയ്യിലും കാണും. ഇപ്പോഴും ഞാൻ ഈ ഒരു കളർ യൂസ് ചെയ്യാറുണ്ട്. അടിപൊളി തന്നെയാണ്. ഇതൊക്കെ ഞാൻ പണ്ട് യൂസ് ചെയ്തിരുന്നത് കേട്ടോ. അടുത്തത് നമ്മുടെ അക്രിലിക് കളേഴ്സാണ്. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല, എല്ലാവരുടെ കയ്യിലും കാണും. സെറ്റ് കളേഴ്സാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു കളറ് എൻ്റെ 8th 7th എങ്ങാണ്ടാണ്. ഇതിനെക്കുറിച്ച് എന്താ പറയുക, ഇത് വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് കളറിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്തത് അക്രിലിക് കളേഴ്സിൻ്റെ വാട്ടർ കളർ ട്യൂബ്സ് ആണ്. ഈ കോർസ്ലെറ്റ് മാർക്കേഴ്സിനൊന്നും കണ്ട് പേടിക്കണ്ട, ഒരു പൗച്ചിൽ ഇട്ട് വെച്ചെന്നേ ഉള്ളൂ. അപ്പം ഈ ഒരു കളറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിന് ഏകദേശം ഒരു 1300 സംതിങ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കൊച്ചിനെന്താ ഇത്രയും കളർ ഉണ്ടായിട്ടും പിന്നെയും മേടിക്കുന്നതെന്ന്. ഓരോരുത്തർക്കും ഓരോ ക്രൈസ് അല്ലേ. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ ഇതൊന്നും പാരൻസിനെ ബുദ്ധിമുട്ടിച്ചിട്ടല്ല കേട്ടോ മേടിച്ചത്. ഇതൊക്കെ ഞാൻ പൈസ ഒരുക്കി കൂട്ടി വെച്ചിട്ട് അങ്ങനെ മേടിച്ചതാണ്. നെക്സ്റ്റ് വൺ കളർ പെൻസിൽസ് ആണ്. ഇതിൽ 2 ടൈപ്സ് കളേഴ്സ് വരുന്നുണ്ട്. ഒന്ന് ഫേബർ കാസ്റ്റലിൻ്റെയും ഒന്ന് നടരാജുമാണ്. ഈ ഫേബർ കാസ്റ്റലിൻ്റെ അടിപൊളി പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള കളേഴ്സാണ്. നെക്സ്റ്റ് വൺ നടരാജിൻ്റെയാണ്. രണ്ടിലും 24 ഷെയ്ഡ്സ് വെച്ചാണ് വരുന്നത്. രണ്ടും കൊള്ളാം.
അടുത്തത് ആൽക്കഹോൾ മാർക്കേഴ്സാണ്. ഇതിൽ 60 പീസസാണ് വരുന്നത്. ഇത് ഞാൻ എന്തോ ഒരു ഓഫറിൻ്റെ ടൈമിലാണ് മേടിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു 700 സംതിങ്ങിനാണ് എനിക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അടുത്തത് ഔട്ട്ലൈൻസും അതുപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പെൻസാണ്. ഈ ഒരു ക്രീമി വൈറ്റ് പെന്നാണ് ഞാൻ ഹൈലൈറ്റ് ഒക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറ്. ഇതിന് ഏകദേശം ഒരു 80 റുപ്പീസാണ് വന്നിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് വൺ ആർട്ട്ലൈൻ്റെ ഡ്രോയിങ് പെന്നാണ്. ഇത് അടിപൊളിയായിട്ടുള്ള പെന്നാട്ടോ. ഈ ഔട്ട്ലൈൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ സെറ്റാണ്. നെക്സ്റ്റ് വൺ ക്യാമലിൻ്റെ ഈ ഒരു മാർക്കറാണ്. ഇത് ഏകദേശം എല്ലാവരുടെ കയ്യിലും കാണും. ഇതും അടിപൊളിയാണ്. ഈ ഒരു ടൈപ്പ് ജെൽ പെൻസാണ് ഞാൻ ഈ ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പം യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഡ്രോയിങ്സും ആർട്ട് സപ്ലൈസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.